നഹാസ് നാസർ പുള്ളി ഡയറക്റ്റ് ചെയ്ത് അഡിയോസ് അമിഗോ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ സുരാജ് വെഞ്ഞാറമൂട് ചെയ്ത കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. പുള്ളി ഒരു ഇടുക്കിക്കാരനാണ്. പുള്ളി അല്ലറ ചില്ലറ പണി ചെയ്ത് ജീവിക്കുന്നു. പുള്ളിക്ക് ഒരു അത്യാവശ്യം വരുന്ന അമ്മ ഹോസ്പിറ്റലിലാവുന്നു. കുറച്ച് പൈസൻ്റെ ആ കാര്യം വരുന്നു. അപ്പോൾ ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് കൂട്ടുകാരിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ വൈറ്റില ഹബ്ബിൽ വെച്ചിട്ട് ഒരു രസകരമായ കഥാപാത്രത്തെ കണ്ടുമുട്ടുകയാണ്. ആസിഫ് അലിയാണ് ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. പുള്ളി അത്യാവശ്യം നല്ല പൈസയുള്ള ടീമാണ്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങും, ഒന്ന് കറങ്ങി വീട്ടിൽ പോകും എന്ന് നമുക്ക് ആ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ല പൈസയുണ്ട്. പുള്ളി ഓരോരുത്തരുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേര് തമ്മിൽ അടുക്കുന്നതും ഇവർ രണ്ടുപേര് തമ്മിൽ ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ സുരാജിൻ്റെ കഥാപാത്രം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ പൈസ പുള്ളിയോട് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയാകും എന്ന രീതിയിൽ പുള്ളിയുടെ കൂടെ കൂടുകയാണ്. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. കൺസെപ്റ്റ് വൈസ് വളരെ ഒരു പുതുമയുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തോട്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ ആയി ആസിഫ് അലി അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു രസകരമായ ഒരു ക്യാരക്ടറാണ്. പുള്ളി ഇതുവരെ ചെയ്യാൻ നിന്നും വേർതിരിച്ച് ഒരു രൂപത്തിലും ഭാവത്തിലും ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു. കുറേ ഫൺ മൊമെൻ്റ് അതുകൊണ്ട് തന്നെ കിട്ടി. കാരണം പുള്ളിയുടെ ആ ക്യാരക്ടർ തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ കുറേ ഡയലോഗ് ഡെലിവറിയിലൂടെ ഉള്ള കുറേ കോമഡികളും ഹ്യൂമറൊക്കെ നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. സിനിമയിലെ കാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാസ്റ്റിൽ തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. വോയിസ് ഓവറാണ് കൂടുതലും വന്നിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ ഈ ദൂർത്ത് പുള്ളി ലാവിഷാണ്, ഫുള്ളായി ചിലവാക്കും. സുരാജ് എങ്കിലും പറയുന്നില്ല, പുള്ളിയുടെ ആവശ്യം പറയുന്നേ ഇല്ല. അങ്ങനെ ഒടുവിൽ ഈ പൈസ മൊത്തം തീരുമ്പോഴാണ് പുള്ളി പറയുന്നത്. പിന്നീട് ഈ പൈസ തീർന്നതിന് ശേഷം പുള്ളി എങ്ങനെയെങ്കിലും പുള്ളിയുടെ അമ്മയ്ക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ കുറേ വിളികളും കാര്യങ്ങളൊക്കെയാണ് പിന്നീടുള്ള സിനിമ. എനിക്ക് പറയാനുള്ളത് ആ ഒരു ടൈമിങ് ഇത് അറിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സമയം വളരെ അങ്ങോട്ട് പറഞ്ഞ് വലിച്ചു നീട്ടി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുവരെ അത്യാവശ്യം നല്ല രസകരമായിട്ട് കണ്ടിരുന്നു. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി, ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസ് ആയാലും ആസിഫ് അലിയുടെ ഒരു പെർഫോമൻസ് വൈസ് ആയാലും പുള്ളിയുടെ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം കൊണ്ട് അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടുപോയി. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ മാറ്റുന്നതിന് പകരം ട്രിം ചെയ്യായിരുന്നു കുറച്ചുകൂടെ. 2.5 മണിക്കൂറുണ്ട് സിനിമ. കാരണം ഇത് അറിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ വലിപ്പിച്ചു. അറിയാത്ത രീതിയിൽ കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയാക്കാമായിരുന്നു. പുള്ളി തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ പോലും ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ അഡിയോസ് അമിഗോസ് ഒരു തരക്കേടില്ലാത്ത ഒരു അനുഭവമായിരുന്നു കണ്ടപ്പോൾ. അവസാനം കുറച്ച് സമയം മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷെ ഒരു ഗുഡ് വാച്ചാണ് ഈ സിനിമ അഡിയോസ് അമിഗോ. ജസ്റ്റ് ഒരു ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് കാണാവുന്ന ഒരു പടമാണ്. ആസിഫ് അലിയുടെ പെർഫോമൻസിന് വേണ്ടി കാണാം. അപ്പോൾ അഡിയോസ് അമിഗോസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.